എല്ലാവർക്കും നമസ്കാരം. ജോം കിറ്റിനെ പരിചയപ്പെടുത്തുന്ന നാലാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വൃത്തനിർമ്മാണമാണ്. സ്പർശിച്ചറിയാവുന്ന വൃത്തങ്ങൾ എങ്ങനെ നിർമ്മിക്കാം എന്നതാണ് നാം പരിചയപ്പെടുത്തുന്നത്. ഈ കാണുന്നത് സർക്കിൾ മാർക്കേഴ്സും സർക്കിൾ ഫ്രെയിമുമാണ്. ഇതാണ് സർക്കിൾ ഫ്രെയിം. സ്പർശിച്ചറിയാവുന്ന വൃത്തങ്ങൾ നിർമ്മിക്കുവാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സർക്കിൾ ഫ്രെയിം. ഈ സർക്കിൾ ഫ്രെയിമിൽ ബ്രെയിലിൽ അളവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കാണുന്നത് 35 മില്ലിമീറ്റർ, 45 മില്ലിമീറ്റർ, 55 മില്ലിമീറ്റർ, 65 മില്ലിമീറ്റർ, 75 മില്ലിമീറ്റർ ആരത്തിലുള്ള വൃത്തങ്ങൾ വരയ്ക്കുവാൻ കഴിയുന്ന സർക്കിൾ ഫ്രെയിമാണ്. ഇനി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സർക്കിൾ മാർക്കേഴ്സാണ്. വൃത്തം നിർമ്മിക്കാൻ സഹായിക്കുന്ന ഇതാണ് സർക്കിൾ മാർക്കേഴ്സ്. ഇത് 35 മില്ലിമീറ്റർ അളവിൽ ആരത്തിൽ അല്ലെങ്കിൽ റേഡിയസിൽ വൃത്തം നിർമ്മിക്കാൻ സഹായിക്കുന്ന സർക്കിൾ മാർക്കറാണ് ഈ കാണുന്നത്. സർക്കിൾ മാർക്കറുകളിൽ 35 മില്ലിമീറ്റർ ആരത്തിലുള്ള സർക്കിൾ മാർക്കർ, ഇത് 45 മില്ലിമീറ്റർ ആരത്തിലുള്ള സർക്കിൾ മാർക്കർ, ഇത് 55 മില്ലിമീറ്റർ, ഇത് 65 മില്ലിമീറ്റർ, ഇത് 75 മില്ലിമീറ്റർ. അടുത്ത സർക്കിൾ ഫ്രെയിം, ഇതിൻ്റെ അളവ് 30 മില്ലിമീറ്റർ, 40 മില്ലിമീറ്റർ, 50 മില്ലിമീറ്റർ, 60 മില്ലിമീറ്റർ, 70 മില്ലിമീറ്റർ, 80 മില്ലിമീറ്റർ ആരത്തിൽ റേഡിയസിൽ വൃത്തങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന സർക്കിൾ ഫ്രെയിം. ഇത് 30 മില്ലിമീറ്റർ റേഡിയസിലുള്ള സർക്കിൾ മാർക്കർ, 3 സെൻറ്റിമീറ്റർ ആരത്തിൽ നിർമ്മിക്കുന്ന വൃത്തമാണിത്. 30, 40, 50, 60, 70, 80 ബ്രെയിൽ ലിപിയിലാണ് ഈ അളവുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, മില്ലിമീറ്ററിലാണ്. ഇനി നമുക്ക് സർക്കിൾ മാർക്കറും സർക്കിൾ ഫ്രെയിമും ഉപയോഗിച്ച് ഒരു നിശ്ചിത ആരത്തിൽ എങ്ങനെ വൃത്തം വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. പോയിൻ്റർ ആദ്യം നമ്മൾ ബ്രെയിൽ മാഗ്നറ്റിക് സ്ലേറ്റിൽ ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം സർക്കിൾ ഫ്രെയിം, ഞാൻ 30 മില്ലിമീറ്റർ തുടങ്ങിയുള്ള 30, 40, 50 അങ്ങനെ വരുന്ന സർക്കിൾ ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. അത് പോയിൻ്ററിൽ ഫിക്സ് ചെയ്യുന്നു. ഇതുപോലെ ഇത് നമുക്ക് തിരിക്കാനും കറക്കാനൊക്കെ പറ്റും. വളരെ ഫ്ലെക്സിബിളാണ്. നമ്മൾ ജസ്റ്റ് ഈ രീതിയിൽ വയ്ക്കുന്നു. നമ്മൾ 40 മില്ലിമീറ്റർ അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ ആരത്തിലുള്ളൊരു വൃത്തമാണ് നിർമ്മിക്കാൻ പോകുന്നത്. അത് സർക്കിൾ ഫ്രെയിമിൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സർക്കിൾ ഫ്രെയിമിൽ കൃത്യമായും 40 സെൻറ്റിമീറ്ററുകൾ ബ്രെയിലിൽ രേഖപ്പെടുത്തിയ സർക്കിൾ ഫ്രെയിമിൽ സർക്കിൾ മാർക്കർ വെച്ചിരിക്കുന്നു. ഇനി മാഗ്നറ്റിക് സ്ലേറ്റിൽ നമ്മൾ ബ്രെയിൽ പേപ്പർ ഫിക്സ് ചെയ്യുകയാണ്. ബ്രെയിൽ പേപ്പർ ഫിക്സ് ചെയ്യുന്നു ഇതുപോലെ. അതിനുശേഷം വിരലുകൾ കൊണ്ട് സ്പർശിച്ച് പോയിൻ്റർ വെച്ചിട്ടുള്ള അതിൻ്റെ കൂർത്ത ഭാഗം നമ്മൾ കണ്ടെത്തുന്നു. വൃത്തകേന്ദ്രം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ കാണുന്നതാണ്. അതിനുശേഷം നമുക്ക് സർക്കിൾ ഫ്രെയിം ഇങ്ങനെയാണ് വരുന്നത്. സ്പർശിച്ച് നോക്കാം. അതിനുശേഷം നമ്മുടെ സ്റ്റൈലസ് ഉപയോഗിച്ച് നമ്മൾ വൃത്തം നിർമ്മിക്കുകയാണ്. ശ്രദ്ധിച്ചു കണ്ടോളൂ. പലവട്ടം ചെയ്താൽ, വളരെ അമർത്തി ചെയ്യരുത്, ഒരു മൃദുവായ രീതിയിൽ സ്പർശിച്ചാൽ 40 mm
4 സെൻറ്റിമീറ്ററിലുള്ള ഒരു വൃത്തം, സ്പർശിച്ചറിയാവുന്ന വൃത്തം രൂപപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാം. സ്പർശിച്ചറിയാവുന്ന രീതിയിൽ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് അളന്നു നോക്കാവുന്നതാണ്. വൃത്തകേന്ദ്രത്തിൽ നിന്നും വൃത്തപരിധിയിലേക്കുള്ള അകലം 4 സെൻറ്റിമീറ്റർ. വൃത്തകേന്ദ്രത്തിൽ നിന്നും വൃത്തപരിധിയിലേക്കുള്ളത് 4 സെൻറ്റിമീറ്ററാണ്, അല്ലെങ്കിൽ 40 മില്ലിമീറ്ററാണ്. ഇനി നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന വൃത്തത്തിൻ്റെ ആരം 55 മില്ലിമീറ്ററാണ്, അല്ലെങ്കിൽ 5.5 സെൻറ്റിമീറ്റർ ആരത്തിലുള്ള റേഡിയസിലുള്ള ഒരു വൃത്തമാണ് നിർമ്മിക്കാൻ പോകുന്നത്. പോയിൻ്റർ മാഗ്നറ്റിക് സ്ലേറ്റിൽ ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ സർക്കിൾ ഫ്രെയിം ആ പോയിൻ്ററിലേക്ക് കൃത്യമായ രീതിയിൽ ഫിക്സ് ചെയ്യുന്നു. നമുക്കിങ്ങനെ കറക്കാൻ കഴിയും സൗകര്യപ്രദമായ രീതിയിൽ. അതിനുശേഷം 55 mm ആരമുള്ള സർക്കിൾ മാർക്കർ സർക്കിൾ ഫ്രെയിമിൽ ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം ബ്രെയിൽ പേപ്പർ താഴോട്ടിടുന്നു. നമ്മൾ വൃത്തകേന്ദ്രം പതുക്കെ സ്പർശിച്ച് കണ്ടെത്തുന്നു. അതിനുശേഷം സർക്കിൾ ഫ്രെയിമിൻ്റെ സൈഡിലൂടെ കൈകളൊന്ന് ഓടിച്ചു നോക്കുന്നു കൃത്യമാണോ എന്നറിയാൻ. അതിനുശേഷം സ്റ്റൈലസ് എടുക്കുന്നു. സ്റ്റൈലസ് എടുത്ത് വരയ്ക്കുന്നത് ഇതുപോലെ. നോക്കൂ, 5.55 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തമാണ് നാം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നാം വരയ്ക്കാൻ പോകുന്നത് 80 മില്ലിമീറ്റർ 8 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തമാണ്. 80 മില്ലിമീറ്ററിൻ്റെ സർക്കിൾ ഫ്രെയിം എടുക്കുന്നു. ബ്രെയിൽ സെറ്റിൽ ഫിക്സ് ചെയ്യുന്നു പോയിൻ്ററിൽ. അതിനുശേഷം 80 മില്ലിമീറ്റർ ആരമുള്ള സർക്കിൾ മാർക്കർ ഇതിൽ ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം ബ്രെയിൽ പേപ്പർ വൃത്തകേന്ദ്രം നമ്മൾ കണ്ടെത്തുന്നു. അതിനുശേഷം നമ്മുടെ വിരലുകൾ കൊണ്ട് സർക്കിൾ മാർക്കറിൻ്റെ ചുറ്റുമൊന്ന് കയ്യോടിക്കുന്നു കൃത്യമാണോ എന്നറിയാൻ. അതിനുശേഷം സ്റ്റൈലസ് ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് സർക്കിൾ നിർമ്മിക്കാം. സ്പർശിച്ചറിയാവുന്ന രീതിയിൽ, കുട്ടികൾക്ക് തൊട്ടറിയാവുന്ന രീതിയിൽ കൂടുതൽ പ്രാവശ്യം ഇതുപോലെ വൃത്തത്തിൽ കറക്കിയാൽ സ്പർശിച്ചറിയാൻ കൂടുതൽ സൗകര്യമായിരിക്കും. ഇത് വൃത്തകേന്ദ്രം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.